യുക്രൈൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. വർഷങ്ങളായി അവർക്ക് കുറേയധികം പണം അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ പലർക്കും ഇത് നീതിയുക്തമായി തോന്നിയതുമില്ല. ഇപ്പോൾ പുതിയൊരു കരാർ മുന്നിലുണ്ട്. അതുടൻ ഒപ്പുവെക്കാൻ പോകുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിന് ഭീമമായ വില തന്നെ നൽകേണ്ടി വരും. യുക്രൈനിലെ സമാധാനത്തിനായി അമേരിക്ക ശ്രമിക്കുകയാണെങ്കിലും പ്രതിഫലമായി വലിയൊരു ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളായ എണ്ണ, വാതകം, ധാതുക്കൾ തുടങ്ങിയവ നിയന്ത്രിക്കാനുള്ള അധികാരം അമേരിക്കയ്ക്ക് എഴുതിക്കൊടുക്കണം. ഈ പുതുക്കിയ കരാർ അവർ കീവിലേക്ക് അയക്കുകയും ചെയ്തു. യുക്രൈനിലെ നേതാക്കളും മാധ്യമങ്ങളും ഇത് കാണുകയും ചെയ്തു. യുഎസിന്റെ ഈ ആവശ്യം കുറച്ചു കൂടിപ്പോയില്ലേ എന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. യുക്രൈന്റെ എല്ലാ സ്വാഭാവിക വിഭവങ്ങളും അവയിൽ നിന്നുള്ള വരുമാനവും മുമ്പത്തെ ഉടമ്പടിയിൽ ലാഭം പങ്കിട്ടിരുന്നെങ്കിലും ഇത്തവണ അമേരിക്ക എല്ലാം കൂടി ഒരുമിച്ച് ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത്. യുക്രൈനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആശങ്കയിലാണ്. ഇത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നും പണം വിദേശത്തേക്ക് പോകുമെന്നും അവർ പറയുന്നു. ഇതിനൊപ്പം യുക്രൈനിൽ ആരൊക്കെ നിക്ഷേപം നടത്തണമെന്നത് നിയന്ത്രിക്കാനും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. യൂറോപ്പ് പോലുള്ള മറ്റ് രാജ്യങ്ങളുടെ ഡീലുകൾക്ക് വീറ്റോ പറയാനുള്ള അധികാരം അമേരിക്കയ്ക്കുണ്ടാകും. ഇതിനെ ഫസ്റ്റ് ഓഫർ റൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലാത്ത ഏതെങ്കിലും ഓഫർ തടയാനും യുക്രൈനിനെ തങ്ങളുടെ നിയന്ത്രണത്തിൽ ഉൾപ്പെടുത്താനും ഇതിലൂടെ സഹായിക്കും. ട്രംപ് ഇതിനകം പറഞ്ഞിരുന്നതിനൊപ്പമാണിത്. യൂറോപ്പ് മതിയായ സഹായം ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. അവർ കുറച്ചു മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഞങ്ങളെക്കാൾ അവരെയാണ് ബാധിക്കുക. പക്ഷേ അവർ വായ്പ നൽകുമ്പോൾ ഞങ്ങൾ പണം ഒഴുക്കുകയാണ്. ഇത് നീതിയല്ല. അതിനാൽ അമേരിക്ക പുതിയൊരു പദ്ധതി തയ്യാറാക്കി. വിഭവങ്ങളിൽ നിന്നുള്ള പണമൊക്കെയും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പുനർനിർമ്മാണ ഫണ്ടും അവർ ആവശ്യപ്പെടുന്നുണ്ട്. യുക്രൈന്റെ ലാഭം ഇതിലേക്കൊഴുകും. പക്ഷേ കീവിന് ഉടനടി ഈ പണം ഉപയോഗിക്കാൻ പാടില്ല. അമേരിക്കയുടെ ആയുധങ്ങൾക്കും സഹായത്തിനുമുള്ള പണം ആദ്യം വസൂലാക്കിയതിനു ശേഷം മാത്രമേ യുക്രൈനിന് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. യുക്രൈൻ ഇത് അംഗീകരിക്കുമോ എന്നത് സെലൻസ്കിയുടെ തീരുമാനത്തിനനുസരിച്ചിരിക്കും. തങ്ങളിപ്പോഴും ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധയോടെ പറയുന്നുണ്ട്. കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായ പദ്ധതിയിൽ തുടങ്ങുമെന്ന് താൻ കരുതി. പക്ഷേ അവർക്കിപ്പോൾ മുഴുവൻ കരാറും വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തങ്ങൾ അവരോട് എതിരാണെന്ന് അവർ കരുതരുത്. തങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് എപ്പോഴേ തെളിയിച്ചതാണ്. ശരിക്കും യുക്രൈനിനെ ഇതിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. സമാധാനമോ അമേരിക്കയുടെ പരിരക്ഷയോ ഇല്ലാതെ തങ്ങളുടെ വിഭവങ്ങളെല്ലാം കൈമാറേണ്ടി വന്നേക്കാം. എന്നാൽ അമേരിക്ക അവരെ പരിരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുമില്ല. മാത്രമല്ല സമാധാന ചർച്ചകൾക്ക് മുന്നോട്ടു പോകുന്നുമില്ല. അടുത്തിടെ സൗദി അറേബ്യയിലെ കരിങ്കടലിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത് വിജയിച്ചെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ റഷ്യ അത് കൃത്യമായി തള്ളി. പുടിൻ ആവശ്യപ്പെടുന്നത് സെലൻസ്കി സ്ഥാനമൊഴിയണമെന്നും യുക്രൈനിനെ താൽക്കാലികമായി നിയന്ത്രിക്കാൻ ഒരു അന്താരാഷ്ട്ര ഗ്രൂപ്പ് വേണമെന്നുമാണ്. അവർ തെരഞ്ഞെടുപ്പ് നടത്തി റഷ്യയ്ക്ക് വിശ്വാസയോഗ്യമായ ഒരു സർക്കാർ രൂപീകരിക്കണമെന്നും പുടിൻ പറയുന്നു. അതിനുശേഷം സമാധാന സംവാദങ്ങൾക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നും പുടിൻ പറയുന്നുണ്ട്. യൂറോപ്പ്, അമേരിക്ക എന്നിവരുമായി ചേർന്ന് കീവിലൊരു യഥാർത്ഥ സർക്കാരുണ്ടാക്കി ലോകം അംഗീകരിക്കുന്ന ഒരു ഉടമ്പടി ഇതിലൂടെ ഒപ്പിടാമെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. കാര്യങ്ങൾ എങ്ങുമെത്താതെ ചർച്ചകൾ നീണ്ടുപോകുന്നതായാണ് കാണുന്നത്. യുദ്ധം തുടരുകയും യുക്രൈൻ പിന്നിലേക്കാവുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും പുതിയ ആവശ്യങ്ങളും പദ്ധതികളും വരികയും ഓരോന്നും മുമ്പത്തേതിനേക്കാൾ കടുപ്പമായി മാറുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്ക് സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണെങ്കിൽ റഷ്യയ്ക്ക് രാഷ്ട്രീയ ശക്തിയാണ് വേണ്ടത്. പലപ്പോഴും യുക്രൈൻ ചർച്ചകളിൽ ഇല്ലാതെ തന്നെ അമേരിക്കയും റഷ്യയുമാണ് യുക്രൈന്റെ ഭാവി തീരുമാനിക്കുന്നതെന്ന പോലെയാണ്. കീവിന്റെ വഴികളും കുറഞ്ഞുവരികയാണ്. സമാധാനത്തിനായി അവർ വിഭവങ്ങളോ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ രണ്ടും ഉപേക്ഷിക്കേണ്ടി വരും. ഒരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ അതിന് ഭീമമായ വില നൽകേണ്ടി വരും.